ഈ ട്രാൻസ്ഫോമറിന്റെ വ്യത്യസ്തമായുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി പറഞ്ഞു പോകാൻ സ്പീഡായിട്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അകത്തുള്ള ഭാഗം എന്ന് പറയുന്നത് കോറാണ്. ട്രാൻസ്ഫോമർ കോറ്. ഈ കോറ് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഹിസ്റ്ററിസിസ് ലോസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ തിന്നായിട്ടുള്ള സ്റ്റീൽ അടുക്കി വെച്ചിട്ടാണ് ഇത് ഉണ്ടായിരിക്കുക. വൈൻഡിങ്സ്, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ചുറ്റിയിട്ടുണ്ടാവുക നമ്മുടെ ഈ കോറിന്റെ മുകളിലാണ്. കോറിലാണ് നമ്മുടെ രണ്ട് വൈൻഡിങ്സും ചുറ്റിയിട്ടുണ്ടാവുക. ഇങ്ങനെ ചുറ്റിയിട്ടുള്ള ഈ കോറ്, വൈൻഡ് ചുറ്റിയുള്ള ഈ കോറ് മൊത്തമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടാവുക മെയിൻ ടാങ്കിനകത്താണ്. മെയിൻ ടാങ്കിനകത്ത് കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫോമർ ഓയിലും കൂടെ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമർ ഓയിലിന്റെ കളർ, പ്യൂർ ആയിട്ടുള്ള ഓയിലിന്റെ കളർ ഇളം മഞ്ഞ കളറായിട്ട് ഉണ്ടാവുക. കൺസർവേറ്റഡ് ടാങ്ക്. കൺസർവേറ്റഡ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ഓയിലില് വോളിയം ഡിഫറൻസ് ഉണ്ടാവും. ഈ വോളിയം ഡിഫറൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കൺസർവേറ്റർ ഉള്ളത് കൊണ്ടാണ്. ഈ കൺസർവേറ്ററിലാണ് അധികമായി വരുന്ന ഓയിൽ സ്റ്റോർ ചെയ്യുന്ന ഭാഗം. ഇനി മറ്റൊരു ഭാഗമാണ് ബ്രീത്തർ. ബ്രീത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോളിയം ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിന് പുറത്തേക്ക് വരാനും അകത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് എയറിൽ ഉണ്ടാകുന്ന മോയ്സ്ചേഴ്സ് അബ്സോർബ് ചെയ്യാനുള്ള ഭാഗമാണ് ബ്രീത്തർ. ഈ ബ്രീത്തറിനകത്ത് സിലിക്ക ജെല്ലാണ് ഉണ്ടാവുക. ഇതിന്റെ പ്യൂറായിട്ടുള്ള സിലിക്ക ജെല്ലിന്റെ കളറ് ബ്ലൂ കളർ ആയിരിക്കും. അത് ഇമ്പ്യൂരിറ്റീസ് ആഡ് അല്ലെങ്കിൽ ഉപയോഗശേഷം അത് പിങ്ക് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ മറ്റൊരു ഡിവൈസ് ആണ് ബുച്ച് ഹോൾസ് റിലേ. ബുച്ച് ഹോൾസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റഡ് ടാങ്കിന്റെയും മെയിൻ ടാങ്കിന്റെയും ഇടയിൽ വെച്ചിട്ടുള്ള ഒരു മെക്കാനിക്കൽ റിലേ ആണ്. പിന്നെ മറ്റൊന്ന് റേഡിയേറ്റേഴ്സ്. റേഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേര് കൂളിംഗ് വിങ്സ് എന്നാണ്. പിന്നെ മറ്റൊന്ന് എക്സ്പ്ലോഷൻ വെന്റ് ആണ്. എക്സ്പ്ലോഷൻ വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ട്രാൻസ്ഫോമറിനകത്ത്, മെയിൻ ടാങ്കിനകത്ത് പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന സംവിധാനമാണ് എക്സ്പ്ലോഷൻ വെന്റ്. പിന്നുള്ളത് ബുഷിങ്സ് ആണ്. ബുഷിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന്റെ കണക്ഷൻ പുറത്തേക്ക് എടുക്കാൻ തെർമിനൽ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ബുഷിങ്സ്.